ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് US അല്ലെങ്കിൽ കാനഡയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളേഴ്സിൽ ഒക്കെ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന സൈറ്റോ ജോലികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയേനെ എന്നുള്ളത്. അങ്ങനെ നമുക്കധികം വെരി പോപ്പുലർ അല്ലാത്ത നമുക്കധികം അറിഞ്ഞിട്ടില്ലാത്ത 10 റിമോട്ട് ബെസ്റ്റ് സൈറ്റ്സ് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ യൂഷ്വലി കേട്ടേക്കുന്നതെന്ന് പറയുന്നത് freelancer.com, അപ്വർക്ക്, ഫൈവർ ഇങ്ങനത്തെ സൈറ്റുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊന്നും അല്ലാത്ത നമുക്ക് അത്രയും പരിചയമില്ലാത്ത എന്നാൽ ഒത്തിരി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കുന്ന ഒത്തിരി ജോബ് കിട്ടാൻ സാധ്യതയുള്ള 10 സൈറ്റുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് റിമോട്ട് എന്ന് പറഞ്ഞ സൈറ്റാണ്. ഈ സൈറ്റിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഹൈബ്രിഡ് ആയിട്ടുള്ള റോളുകളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ മിക്സഡ് ആയിട്ടുള്ള വർക്ക് റോൾസ് ഉണ്ട്, ക്രോസ് ഇൻഡസ്ട്രി ആയിട്ടുള്ള വർക്ക്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സൈറ്റാണിത്. വർക്ക് മോഡൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു സൈറ്റും കൂടിയാണിത്. രണ്ടാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് വെൽ ഫൗണ്ട് ബൈ ഏഞ്ചലിസ്റ്റ് എന്ന് പറയുന്നത്. ഏഞ്ചലിസ്റ്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആണ്. അപ്പോൾ ഇത് കൂടുതലും വരുന്നത് ടെക് റിലേറ്റഡ്, IT റിലേറ്റഡ്, സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ജോബ്സ് ഒക്കെ ആയിരിക്കും ഇതിൽ കൂടുതൽ വരുന്നത്. ഇവിടെ ഫുൾ ടൈം ജോബ്സും ഇതിനകത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മൂന്നാമത്തെ എന്ന് പറയുന്നത് വർക്കിംഗ് നൊമാഡ്സ് ആണ്. ഈ സൈറ്റ് കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഈ ട്രാവൽ ഫ്രീക്ക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെയാണ്. അതായത് അവർക്ക് അങ്ങനെ ഫിക്സഡ് ആയിട്ട് ലൊക്കേഷൻ ഉണ്ടാവില്ല, അവരെപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരാളായിരിക്കും. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ അവർ ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ ബാംഗ്ലൂർ ആയിരിക്കും, അതിനുശേഷം ഡൽഹിയിലായിരിക്കും, പിന്നെ കശ്മീർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കൺട്രി തന്നെ ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ അടുത്ത ദിവസം ശ്രീലങ്കയിലായിരിക്കും, പിന്നെ ബംഗ്ലാദേശിലായിരിക്കും, അടുത്ത ദിവസം നേപ്പാളിലായിരിക്കും. അപ്പോൾ അങ്ങനെ യൂഷ്വലി ട്രാവൽ ചെയ്യുന്ന ആളുകൾ, ട്രാവൽ അവർക്ക് ഒരിക്കലും അത്രയും ട്രാവൽ ഫ്രീക്ക് അയക്കുന്ന ആളുകൾക്ക് പറ്റുന്ന സൈറ്റാണിത്. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്തും നിങ്ങൾക്ക് ഓൾ ടൈപ്പ് ഓഫ് ജോബ്സുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ കൂടുതലും എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് ഓൺലി ആണ് ഇത് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഡിജിറ്റൽ നൊമാഡ്സിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും വരുന്നത്. നാലാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് റിമോട്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. ഇത് എല്ലാ പ്രൊഫഷണൽസിനും പറ്റുന്നതാണ്. ക്രോസ് ഇൻഡസ്ട്രി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ജോബ്സ് ഉള്ള ഒരു സൈറ്റ് തന്നെയാണിത്. ഇവിടെ ഗ്ലോബൽ പേറോൾ സപ്പോർട്ട് ഫീച്ചർ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ ഒരു യൂണിക് ഫീച്ചർ പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. ഇതിനകത്ത് അങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ട് ആഡ് ഓൺ ആയിട്ട്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഓഡെസ്ക് വർക്ക് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്നതെന്ന് വെച്ചാൽ പ്രൊജക്ട് ബേസ്ഡ് ആയിരിക്കും. അവർ അപ്പോൾ ആക്ച്വലി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൽ ബേസ്ഡ് ആയിട്ട് നോക്കും. സ്കിൽ ബേസ്ഡ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും അവർ നിങ്ങൾ ഓരോ പ്രൊജക്റ്റിലേക്ക് ഇടുക. അപ്പോൾ അങ്ങനെ പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടാണ് ഈ സൈറ്റ് കൂടുതലും വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഏത് പ്രൊജക്ട് ബേസ് ആണോ നേരത്തെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളത്, അതായത് നിങ്ങളുടെ സ്കിൽ സെറ്റ് ഏതിലാണോ വരുന്നത്, ആ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള പ്രൊജക്ട് ഏതാണോ ആ കൈൻഡ് ഓഫ് വർക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് അസൈൻ ചെയ്ത് കിട്ടുന്നത്. ഇനി ആറാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് ജോബ് ബോർഡ് സെർച്ച് എന്ന് പറഞ്ഞ സൈറ്റാണ്. ഇതിൽ 200+ കാറ്റഗറീസ് ഉണ്ട്, ഒത്തിരി കാറ്റഗറി ഡിവിഷൻസ് ഉള്ളത്. ഇപ്പം നമ്മൾ തന്നെ പെട്ടെന്ന് നോക്കും 200 കാറ്റഗറി ഓഫ് ജോബ്സ് ഉണ്ടോ റിമോട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റും. അവർ വെരി സ്പെസിഫിക് നീഷായിട്ട് ഇപ്പോൾ നിങ്ങൾ ഡെവലപ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിൽ തന്നെ പല വേർട്ടിക്കളിലേക്ക് അവർ ഡിഫർ ചെയ്തിട്ട് കാറ്റഗറീസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ SEOയിലേക്കാണ്, അല്ലെങ്കിൽ കണ്ടന്റിലേക്കാണ്, അല്ലെങ്കിൽ പെയ്ഡ് അഡ്വർടൈസിങ്ങിലാണ്, അതിൽ തന്നെ നിങ്ങൾ മെറ്റയിലാണോ PPC ആണോ, അങ്ങനെ ഡിഫർ ചെയ്തിട്ടുള്ള കാറ്റഗറി രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ജോബ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കാറ്റഗറി സെഗ്മെൻറ്റിൽ ഡിവൈഡ് ചെയ്തേക്കുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണിത്. ഇനി അടുത്ത സൈറ്റ് എന്ന് പറയുന്നത് JS റിമോട്ട്ലി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ജോബ്സ് ആണ് ഇവിടെ വരിക. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ സൈറ്റിൽ ജോബ് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഇത് യൂസ്ഫുൾ ആയിരിക്കില്ല. ബിക്കോസ് ഇവിടെ ജാവാസ്ക്രിപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് മാത്രമാണ് ഈ സൈറ്റിൽ വരുന്നത്. എട്ടാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് remote.co എന്ന് പറഞ്ഞ സൈറ്റാണ്. ഇവിടെ ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിമോട്ട് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ സ്പെസിഫിക് ആണിത്. ആ ലൊക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് റിമോട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബ്സുകളാണ് ഇവിടെ കൂടുതലും ലിസ്റ്റ് ചെയ്യുക. റിമോട്ട് ഓൺലി ആണ്, പക്ഷേ ലൊക്കേഷൻ സ്പെസിഫിക് ആണ്. ഇതിന് ലൊക്കേഷൻ നോക്കിയിട്ടാണ് അവർ ആ റിമോട്ട് ജോബ്സ് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തരിക. ഒമ്പതാമത്തെ എന്ന് പറയുന്നത് റിമോട്ട് ഓക്കെ എന്ന് പറഞ്ഞ സൈറ്റാണ്. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് പ്രൊഫഷണൽസിനും ഇവിടെ ജോബ് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഒരു യൂണിക് ഫീച്ചർ എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര റാപ്പിഡ് ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. അതായത് ഒരു പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജോബ് സ്ക്രീനിങ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോബ് കിട്ടാൻ സാധ്യതയുള്ള ഒരു വെബ്സൈറ്റും കൂടിയാണ് ഇവിടെ. കാരണം ഭയങ്കര ഫാസ്റ്റാണ് ഇവരുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവർ പ്രോഗ്രസ് ചെയ്ത് അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോകും. സോ അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യാവുന്ന ഒരു സൈറ്റ് തന്നെയാണിത്. അടുത്ത 10ാമത്തെ എന്ന് പറയുന്നത് ഹിമാലയാസ് എന്ന് പറഞ്ഞ സൈറ്റാണ്. ഇത് ആക്ച്വലി 100+ ഓഫ് കാറ്റഗറീസ് ഉണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സൈറ്റ് പോലെ തന്നെ ഇവിടെ 100+ കാറ്റഗറീസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സൈറ്റ് എന്ന് പറയുന്നത് ജോബ് ബോർഡ് സെർച്ച് എന്ന് പറഞ്ഞ സൈറ്റായിരുന്നു. അതിനകത്താണ് 200+ കാറ്റഗറീസ് വരുന്നത്. ഇവിടെ ഹിമാലയാസിൽ 100+ കാറ്റഗറീസ് വരുന്നുണ്ട്. ഇതിലും ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ജോബ്സ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓൾ ടൈപ്പ് ഓഫ് ജോബ്സ് ഇവിടെ അവൈലബിൾ ആണ്. റിമോട്ട്, ഹൈബ്രിഡ്, ഫുൾ ടൈം, അങ്ങനെ എല്ലാ രീതിയിലുള്ള നിങ്ങൾക്ക് വർക്ക്സും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണിത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ സൈറ്റുകൾ അറിയണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു CV നല്ലത് ക്രിയേറ്റ് ചെയ്യാം, ഒരു കവർ ലെറ്റർ എങ്ങനെ ചെയ്യണം, റെസ്യൂം എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത് റിലേറ്റഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ കമൻറ്റിൽ പറയുക. ഞങ്ങൾ ഉറപ്പായിട്ടും അങ്ങനത്തെ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടും കാണുന്നവരേക്കും ബൈ.